രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സച്ചി സ്റ്റേഷനിൽ വന്നിട്ട് സുധിയെ കാണുവാണ്. സുധിയെ കാണുന്ന സമയത്ത് സുധി ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേ? അതെ, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. ആരൊക്കെ വന്നില്ലെന്ന് പറഞ്ഞാലും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ സച്ചി, എന്നേലും വേണ്ടിയിരുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി പറഞ്ഞു, അത് പിന്നെ ഒന്നുമില്ല, നീ എൻ്റെ കൂടപ്പറപ്പല്ലേടാ. നീ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് നിന്നെ വന്ന് കാണാതിരിക്കാൻ പറ്റുമോ? അമ്മയൊക്കെ നിന്നെ കാണാൻ പോവണ്ട, നിന്നെ ഇറക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് സാധിക്കില്ല. കാരണം നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞുനാളിലെ മുതൽ അങ്ങനെയായിരുന്നല്ലോ. നമ്മൾ രണ്ടുപേരും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നാണെങ്കിലും അമ്മയ്ക്ക് എന്നോട് ഇത്തിരി പോലും ഇഷ്ടമില്ലായിരുന്നു. നിന്നോടായിരുന്നു സ്നേഹക്കൂടൽ. അത് കുഞ്ഞുനാളിലെ മുതൽ കണ്ടു വളർന്നവനാ ഞാൻ. ഓരോ കാര്യത്തിന് വഴക്കടിക്കും നമ്മൾ രണ്ടും തമ്മിൽ. നീ ഓരോ തെറ്റ് ചെയ്താലും ഒടുവിൽ ആ കുറ്റങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കും. അങ്ങനെയായിരുന്നു പതിവ്. പക്ഷെ എന്നാലും എനിക്ക് നിന്നോട് ദേഷ്യമില്ല. വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു. നീ എന്തിനാടാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധി പറഞ്ഞു, എടാ ഒരു അബദ്ധം പറ്റി പോയതാ. അവളത് കൊണ്ട് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി അമ്മ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ടല്ലേ സ്വർണ്ണമായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചിടാ. എടാ, പാർലെടുത്തിട്ട് സ്വഭാവം ഇതുവരെയായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? കഷ്ടം തന്നെ. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ അതെ ശരിയാ, എൻ്റെ കയ്യിലെ തെറ്റ് തന്നെയാ. ഞാനിതൊക്കെ ചിന്തിക്കണമായിരുന്നു. പക്ഷെ ഞാനൊന്നും ചിന്തിച്ചില്ല. ബാങ്കുകാർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. മിക്കവാറും ഞാൻ ജയിലിലേക്ക് പോകേണ്ട വരൂടാ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഈ ലോകം മൊത്തം എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ജയിലിലേക്ക് വിടത്തില്ല. എന്ത് വന്നാലും നിന്നെ ഞാൻ ഇറക്കും. നാളെ ആട്ടെ വക്കീലിനെ കൊണ്ടുവന്ന് നിന്നെ ഞാൻ ഇറക്കാട്ടോ. നീ പേടിക്കൊന്നും വേണ്ട. ഇന്നൊരു രാത്രിയിൽ ഇവിടെ കിടക്കാൻ പറഞ്ഞു. എടാ സച്ചി, നിനക്ക് ബുദ്ധിമുട്ട്, എനിക്ക് ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? നീ വിഷമിക്കാതിരുന്നാൽ മാത്രം മതി. പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയെ ആശ്വസിപ്പിച്ചിട്ട് സുധിയെ ആശ്വസിപ്പിച്ചിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും സുധിയാണെങ്കിൽ പൊട്ടിക്കരയാണ് അവിടെ ഇരുന്നിട്ട്. സുധിക്ക് വല്ലാത്ത സങ്കടമായി. അങ്ങനെ നേരെ അവിടെ ഇരുന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ അടുത്തേക്ക് വന്നു. സാറേ, SI സാറിനെ ഒന്ന് കാണണം. സാർ ഇവിടെ ഇല്ല, നാളെ വന്നാൽ മതി. അല്ല, എൻ്റെ ചേട്ടനാണ് സുധിയെ ഇറക്കുന്നതിനെ കുറിച്ച്. നിങ്ങൾ ഇത്ര സമയം എവിടെ ആയിരുന്നു? അല്ല സാറേ, അറിഞ്ഞത് താമസിച്ചാണ്. അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് പോരുവേ. എന്താണെങ്കിലും നാളെ ആട്ടെ. നാളെ അയാൾക്ക് ജാമ്യം കിട്ടുമായിരിക്കും. അയാൾ മനഃപൂർവ്വം ചെയ്തല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ SI സാറിന് ബോധ്യപ്പെട്ടുണ്ടെന്ന് തോന്നേ. എന്താണെങ്കിലും നാളെ താൻ വന്ന് കാണുക എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണ്. സുധിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ആകെപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. എന്നാലും അവൻ എന്തു പരിപാടിയാ കാണിച്ചേ? അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിന്റെ അല്ലേ മോന്, അതിങ്ങനെ ഓരോന്നിനും നീ വളം വെച്ച് കൊടുക്കുമായിരുന്നല്ലോ. അതെ രവിയേട്ടാ, ഞാൻ അവനോട് പറഞ്ഞെന്താ, അതുകൊണ്ട് മീരയെ ഏൽപ്പിക്കാനല്ലേ പറഞ്ഞേ. ഇങ്ങനെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചോ? എടി, എത്ര കിട്ടിയാലും പഠിക്കില്ല. എത്ര ഡിഗ്രി കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? വിവേകം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും തലയ്ക്ക് ബോധമില്ല. ബോധം ഉണ്ടായിരുന്ന അവൻ ഈ പണി ചെയ്യുമായിരുന്നോ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രപതി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ല, അവനെ പോയി ഇറക്കണ്ടേ? ആരും ഇറക്കാൻ പോകുന്നും വേണ്ട, അവൻ അവിടെ കിടക്കട്ടെ. ചന്ദ്ര അങ്ങനെയല്ല, അവനെ എങ്ങനെയാണ് പോയി ഇറക്കണം. നിനക്ക് പറ്റില്ല, എന്തായാലും ഞാൻ പോവാം. ഞാൻ സച്ചിനെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു. മോളെ, സച്ചി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അച്ഛാ, അത് പിന്നെ അപ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് സച്ചി ഇറങ്ങി അങ്ങോട്ട് കയറി വന്നു. അല്ല, നീ ഇതെവിടെ പോയതായിരുന്നു ചോദിച്ചു. അച്ഛാ, അത് ഞാൻ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അച്ഛാ, സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയതായിരുന്നു പറഞ്ഞു. സച്ചി പറഞ്ഞു, അതെ അച്ഛാ, സുധിയെ കാണാൻ വേണ്ടി പോയതാ. ചന്ദ്രമതി പറഞ്ഞു, നിന്നോടല്ലേ പറഞ്ഞ പോവരുതെന്ന്. പിന്നെ നീ എന്ത് കാണിക്കാനാടാ പോയത്? അവൻ്റെ അടുത്ത് നീ പോവണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? അമ്മ, എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അവൻ എൻ്റെ കൂടപ്പുറപ്പായി പോയില്ലേ? രവീന്ദ്രൻ ചോദിച്ചു. എന്നിട്ടോ? ഞാൻ അവിടെ ചെന്നപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. കുറച്ച് കരയൊക്കെ ചെയ്തു. പറ്റിപ്പോയടാന്നൊക്കെ പറഞ്ഞു. എടാ, നിനക്കെന്നാ അവനെയും കൂട്ടി ജാമ്യത്തിലെടുത്തോണ്ട് വന്നാൽ പോരായിരുന്നോ? അച്ഛാ, ബാങ്കുകാർ കേസ് കൊടുത്തു. SI ഇന്നില്ല. നാളെ വക്കീലിനെയും കൂട്ടി ചെന്നിട്ട് വേണം പുറത്തിറക്കാനായിട്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, ആരും ഇറക്കാനൊന്നും പോണ്ട, അവൻ അവിടെ കിടക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നാളെ ഞാൻ അങ്ങോട്ട് ഒന്ന് പോകുന്നുണ്ട്. അവൻ അവിടെ കിടന്ന് കുറേ അനുഭവിക്കണം, എന്നാലും അവൻ പഠിക്കുള്ളൂ. എത്ര കിട്ടിയാലും പഠിക്കാത്തവനാ. അതും പറഞ്ഞ് ചന്ദ്രമതി കയറിപ്പോയി കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, നീ അന്നും കാര്യമാക്കണ്ട. നാളെ വക്കീലിനെയും കൂട്ടി പോയി അവനെ ഇറക്കാൻ നോക്കണം എന്നൊക്കെ സച്ചിയോട് പറഞ്ഞു. അങ്ങനെ രവീന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതി സച്ചിയോട് ചോദിച്ചു, സച്ചിയുടെ ബാ വന്ന് കിടക്കാൻ പറഞ്ഞു. എനിക്ക് ഉറക്കം വരത്തില്ല രേവതി. അവൻ അങ്ങനെ അവിടെ ലോക്കപ്പിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങണേ? എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. നീ പോയി കിടന്നോളാൻ പറഞ്ഞു. സച്ചിയേട്ടൻ എന്താ പറയണേ? അത് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ തലയ്ക്കും കൈ കൊടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. പിന്നീട് ദേവു വീട്ടിലേക്ക് വരുമ്പോഴത്തേനും
ലക്ഷ്മി അമ്മ ചോദിക്കും, നീ ഇത്ര സമയം എവിടെയായിരുന്നൊക്കെ ചോദിച്ചപ്പോൾ ദേവ് പറഞ്ഞു, ഞാൻ അരുണേന്റെ വീട് വരെ പോയെന്ന് പറഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞ അവിടേക്ക് പോകാനായിട്ട്? നിന്നോട് പറഞ്ഞിട്ടില്ല അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ തലയിലേക്ക് കയറത്തില്ലേ? അതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദേവ് പറഞ്ഞു, അമ്മേ ഞാൻ അവസാനമായിട്ട് പോയതാ, ഇനി അരുണേട്ടൻ ഞാൻ പോയി കാണില്ല, ഞങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഇനി ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. രേവതി ചേച്ചിയുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാവുന്നില്ല, അതുകൊണ്ട് പറഞ്ഞ് ഇനി ഒരു ബന്ധത്തിനും ഞാനില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ആയിക്കൊള്ളാൻ പറഞ്ഞിട്ട് ദേവ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടമായിപ്പോയി ശരത്തിന്. ശരത്ത് പറഞ്ഞു, അമ്മേ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എടാ എന്തേലും ആട്ടെ, ഒരു നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. എന്നാലും അമ്മേ എനിക്കെന്തോ വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ചേച്ചി അങ്ങനെയൊന്നും പോയി പറയേണ്ടിയിരുന്നില്ല. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. ചേച്ചിയുടെ മനസ്സിൽ അരുണേണ്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കല്ലേ നമ്മൾ ചെയ്യണ്ടേ? സ്നേഹിക്കുന്ന മനസ്സുകൾ തമ്മിൽ ഒന്നാകുമല്ലേ ചെയ്യണ്ടേ? എടാ അതൊന്നും നടക്കുന്ന കാര്യമല്ല. സച്ചി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ശരി തന്നെയാ എന്നും പറഞ്ഞോണ്ട് സച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് നമുക്കങ്ങോട്ട് ചേച്ചിയെ ഉപേക്ഷിക്കാൻ പറ്റില്ലോ. ചേച്ചിയുടെ ആഗ്രഹം നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര നാളായിട്ട് ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് വേണം ഇത് വേണം, നല്ലൊരു ഡ്രസ്സ് വേണം, കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്തോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ചേച്ചി ഒരു കാര്യം പറയണേ, ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടമാണ് നടത്തി കൊടുക്കണമെന്ന്. അപ്പൊ പിന്നെ നമ്മളായിട്ട് നടത്തി കൊടുക്കണ്ടേ? എടാ അതൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. സച്ചി പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ പറഞ്ഞു. ലക്ഷ്മി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് ആലോചിച്ചു, എന്താ ചെയ്യണ്ടേ? സച്ചിയാണ് ഒന്നുകൂടെ പോയി കണ്ടാലോ, ഒന്ന് സംസാരിച്ചാലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി സ്റ്റേഷനിലേക്ക് ഒന്ന് വക്കീലിനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ വക്കീൽ പോയി SIയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുധിയെ വിളിപ്പിച്ചു. സുധിയെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇപ്പം നീ തൽക്കാലത്തേക്ക് പോയിക്കോ, അറിയാലോ ഇനി വിളിപ്പിച്ചിട്ടുണ്ടെ പറഞ്ഞ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിക്കളയില്ല. ഇല്ല സാറേ എന്ന് പറഞ്ഞു. സച്ചിയോട് ഒപ്പിട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുധയോട് പറഞ്ഞു, എടാ നീ പുറത്തേക്ക് ഞാനൊന്ന് ഒപ്പിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോയി ഒപ്പിട്ട് കൊടുക്കുകയാണ് പേപ്പറിലൊക്കെ. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേ ചന്ദ്രമതിയുടെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങണേ. സുധിയെ കണ്ടുപടി പാഞ്ഞങ്ങോട്ട് വന്നു. കുറേ തല്ലു കൊടുക്കുവാണ്. എടാ എന്ത് പരിപാടിയാണ് നീ കാണിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒടുവിൽ സച്ചി ഇടയ്ക്കിലേക്ക് കയറി, ഇത് പോലീസ് സ്റ്റേഷനാ, ഇത് വീടൊന്നും അല്ല, അമ്മ വണ്ടിയിൽ കയറി നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ വീട്ടിലേക്കില്ല. പിന്നെയോ എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. സ്ഥലമോ? അതെവിടെയാ? അതൊക്കെ ഉണ്ട്, നീ വണ്ടി എടുക്കണ സച്ചി എന്ന് പറഞ്ഞു. അല്ല എങ്ങോട്ട് പോകാൻ അമ്മേന്ന് ചോദിച്ചു. എനിക്ക് ആ പെരുങ്കള്ളി ഒന്ന് കാണണം. ഇവനെ ഈ പരുവത്തിലാക്കിയിട്ടത് അവളല്ലേ, അവൾ ഒറ്റ ഒരുത്തിയല്ലേ എനിക്ക് മുക്കുവണ്ണം സമ്മാനിച്ചേ. അപ്പൊ അവളെ ഞാനൊന്നും കാണാതെ പോകാൻ പറ്റുമോ എനിക്ക് സച്ചിന്ന് ചോദിച്ചു. എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇനിയിപ്പോൾ സുധി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എന്നാലും നീ എന്നോട് കള്ളത്തരം പറഞ്ഞില്ലടാ, നിന്നെ എനിക്ക് കാണുക പോലും വേണ്ട, നീ എൻ്റെ മകനല്ല. അമ്മയെന്ന് വിളിക്കുകയോ പോലും ചെയ്തേക്കരുത്. കാരണം അത്രയധികം നീ സ്നേഹിച്ചിട്ട് അവസാനം എനിക്കിട്ട് നീ പണിയും തന്നു. ഇതെനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് കാണണം. അവളോട് നാളെ പറയാതെ അവളെ ഒന്ന് കാണാതെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. നീ വണ്ടി എടുക്കടാ സച്ചി എന്ന് പറഞ്ഞു. സച്ചിക്ക് മനസ്സിലായി ഇനിയിപ്പം അമ്മയുടെ പ്രതികാരമാണ് കാണാൻ പോണേന്ന്. ശ്രുതിക്ക് കോളാന്നുള്ള കാര്യം മനസ്സിലായി. അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.